ഇതാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ സൈഡായിട്ട് വെച്ചത് ചില്ലി ചിക്കൻ. അപ്പൊ നേരെ ഉണ്ടാക്കിയല്ലേ, അതിന് വേണ്ടിട്ട് 1 കിലോ ചിക്കൻ ആയിട്ട് എടുത്തിരിക്കണേ. അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1.5-2 മണിക്കൂർ മാറ്റി വെച്ച് കൊടുക്കണം കേട്ടാ. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഇടായി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു ചിക്കൻ ഓരോന്ന് കറക്കിയിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങനെ ആയി തുടങ്ങിയാലൊക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതായത് ചിക്കൻ ഒരു 80-85% ഒക്കെ വേവിച്ചാൽ മതി. ഇനി ഇതിൽ നിന്നല്ലോ കുറച്ചധികം ഓയിൽ കൂടെ മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനകത്തേക്ക് ഒരു 3 സവാള ചെറിയ ക്യൂബാക്കി അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് ക്യാപ്സിക്കം ചെറിയ ക്യൂബാക്കി അരിഞ്ഞത് അതിട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയെല്ലാം പച്ചമുളക് മാറുമ്പോഴേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ജസ്റ്റ് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു മസാലയോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്നുണ്ടല്ലോ നമുക്ക് കുറച്ചധികം മസാലകൾ മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ബാക്കിയുള്ള കുറച്ച് മസാലയിലോട്ടെ നമ്മൾ ആ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് നല്ല ചൂടുള്ളോട് ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്തോളൂ കേട്ടാ. ഇനി ഈ സമയത്ത് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടാ. ഇനി നേരെ ഇങ്ങനെ അടച്ചു വെച്ചോ. നമ്മുടെ ഈ ചിക്കനൊക്കെ നല്ലോണം അങ്ങോട്ട് വേവട്ടെ. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മസാല ഇല്ലേ, ആ മസാലയുടെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതോടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ടേ കാരണം കുറച്ച് അരിഞ്ഞ ഇഞ്ചിയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കണ്ട കേട്ടാ. ഇതിനകത്തേക്ക് ഉണ്ടല്ലോ എരിവില്ലാത്ത പച്ചമുളക്